നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. അക്ഷയ തൃതീയയുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മൂന്നാം ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലം നക്ഷത്രം തൊട്ട് രേവതി വരെയുള്ള 9 നാളുകാർ എന്താണ് ശേഖരിക്കേണ്ടത്, എന്താണ് ദാനം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പലരുടെയും ധാരണ സ്വർണം മേടിക്കാനുള്ള ദിനമാണ് അക്ഷയ തൃതീയ എന്നുള്ളതല്ല. ഇതിൻ്റെ കുറച്ച് പ്രാധാന്യത്തിലേക്ക് ഞാൻ കിടക്കാം. 2024 മെയ് മാസം 10-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് 4:17 തുടങ്ങുന്നു. തൃതീയ ദിവസമാണ് അന്ന്. കാര്യം വൈശാഖ മാസത്തിലെ, അതായത് മേടം ഇടവ മാസത്തിലായിരുന്നു വരുന്ന വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷം തൃതീയ തിഥിയാണ് അക്ഷയ തൃതീയയായി കൊണ്ടുവരുന്നത്. ക്ഷയിക്കാത്തതാണ്. അന്ന് തുടങ്ങുന്ന ഒരു കാര്യത്തിനും ഒരു ക്ഷയം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അത് 10-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് തുടങ്ങി 11-ാം തീയതി വെളുപ്പിന് 2:30 മണി വരെ നീളുന്നതാണ്. ഏകദേശം 22.5 മണിക്കൂറോളം ഉണ്ടാവും. ആ ദിനം ചെയ്യുന്ന കാര്യങ്ങൾ, വെള്ളിയാഴ്ചയാണ് രോഹിണി നക്ഷത്രത്തിൽ തുടങ്ങുകയും മകയിരം നക്ഷത്രത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന ദിവസമാണത്. അപ്പോൾ അതിലാണ് ഒരു കാരണവും അന്ന് തുടങ്ങിയാൽ നശിക്കില്ല, ക്ഷയിക്കില്ല. അന്ന് മേടിക്കുന്ന സാധനങ്ങൾ നമുക്ക് വർഷം തോറും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അന്ന് ചെയ്യുന്ന ദാനങ്ങൾ എന്തുമാത്രം ദാനം ചെയ്യുന്നോ ആ ദാനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ആ വർഷം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് മുഹൂർത്തങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അന്ന് എന്ത് ചെയ്യുന്നോ അതെല്ലാം വളരെ നല്ലതാണ് എന്ന് നമുക്ക് അങ്ങനെയാണ് ഇവർ പറയുന്നത്. പിതൃദോഷമുള്ളവർ എന്ന് വെച്ചാൽ പിതൃക്കളെ കൊണ്ടുള്ള ദോഷമുള്ളവർ ഈ ദിവസം മലർപ്പൊടി, വെള്ളരിക്ക, തണ്ണിമത്തൻ, കുട എന്നീ വസ്തുക്കൾ ദാനം ചെയ്യുന്നത് സാധുക്കൾക്ക് ദാനം ചെയ്താൽ പിതൃദോഷം ശമിക്കും എന്ന് പറയപ്പെടുന്നു. അക്ഷയ തൃതീയ ദിവസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പുരാണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 6ാമത്തെ അവതാരമായ പരമശിവൻ പരശുരാമൻ ജനിച്ചത് ഈ അക്ഷയ തൃതീയ ദിനമാണത്രേ. അതുപോലെ തന്നെ വേദവ്യാസനും ശ്രീ ഗണേശനും ചേർന്ന് മഹാഭാരതം എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ രചന ആരംഭിക്കുന്നതും ഈ ദിവസമാണ്. മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് കുചേലൻ വരികയും കുചേലൻ്റെ കയ്യിൽ നിന്ന് അവൽ മേടിച്ച് ഭക്ഷിക്കുകയും ശ്രീകൃഷ്ണൻ ഭജിക്കുന്നതായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ മഹത് ഒരു ഉദാഹരണമായി കാണിക്കുന്ന ആ ദിനം, അതും ഈ അക്ഷയ തൃതീയ ദിവസമാണ്. അതുകൊണ്ടാണ് കുചേലന് ധാരാളം ഭാഗ്യങ്ങൾ ലഭിച്ചത്. അപ്പോൾ നമുക്ക് പലർക്കും ചില കാര്യങ്ങളുണ്ട്. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് അക്ഷയ തൃതീയ സ്വർണം മേടിക്കാനുള്ള ദിനമായിട്ട് കച്ചവടക്കാരങ്ങൾ ചെയ്തത്. അങ്ങനെ മാത്രമല്ല, ആ ദിവസങ്ങളിൽ പല കാര്യങ്ങളും മേടിക്കുക. സ്വർണത്തിന് മാത്രമല്ല ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ദാനവും. അപ്പം നമുക്ക് ഓരോ ഭാഗ്യം ലഭിക്കാനായിട്ട് ഓരോ നക്ഷത്രങ്ങളും എന്താണ് ദാനം ചെയ്യേണ്ടത്, എന്താണ് ശേഖരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് പരിശോധിക്കാം. നമുക്ക് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ എന്താണ് ശേഖരിക്കേണ്ടത്, എന്താണ് മേടിക്കേണ്ടത് ആ ദിവസം? തീർച്ചയായിട്ടും സ്വർണം മേടിക്കാം. കൂടാതെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തലയിൽ വരുന്ന ചുട്ടി, സ്വർണ്ണ ചുട്ടി മേടിക്കാൻ നല്ല ദിവസമാണ്. കണ്ടാഭരണങ്ങൾ, മാല, മുക്കൂത്തി, കമ്മൽ, ഇതൊക്കെ മേടിക്കാനായിട്ട് വളരെ നല്ല ദിവസമാണ് ഈ ധരിക്കുന്നത്. കൂടാതെ വസ്തുവകകൾ, വാഹനം, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, മൂലോത്തര സംബന്ധിച്ചുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ഇമ്പോർട്ടൻ്റാണ്. ഗണപതി പ്രതിമ, ശുദ്ധ വൈഡൂര്യം, വീട് നിർമ്മാണത്തിനാവശ്യമായ ഇഷ്ടിക, കരിങ്കല്ല്, തടി എന്നിവയൊക്കെ ഈ ദിവസം മേടിക്കാം. കൂടാതെ വളർത്തുനായി, പെറ്റ്സിനെ മേടിക്കുന്നവർക്ക് വളർത്തുനായി മേടിക്കാം. അത് കഴിയുന്നതും തവിട്ട് നിറമുള്ള മേടിക്കുന്നത് കുറച്ചുകൂടെ ശ്രേഷ്ഠമായിരിക്കും എന്ന് ലാൽ കിതാബ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ദിവസം മൂലനക്ഷത്രം ജനിച്ചവർ ഈ ദിവസം ഗണപതി ഭജനം ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ഗണപതിയെ ഭജിക്കുക. വിദേശബന്ധം ആരംഭിക്കാൻ തുടക്കം വയ്ക്കുന്നതിനും നല്ലതാണ്. പഴത്തോട്ടം, ഉദ്യാനം, ഗാർഡൻസ്, ഫ്രൂട്ട് ഗാർഡൻസ് എന്നിവ നിർമ്മിക്കാനും ഈ ദിവസം വളരെ ഉത്തമമാണ്. അവരെന്താണ് ദാനം ചെയ്യേണ്ടത്? സ്വർണ്ണത്തിലോ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ നിർമ്മിച്ച കേതു പ്രതിമ അമ്പലത്തിൽ ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നാരങ്ങ, ഏത്തപ്പഴം, മുതിര, ആട്
എള്ള്, ആയുധങ്ങൾ, വൈഡൂര്യം, ചെമ്പരത്തി, തെച്ചി തുടങ്ങിയ പൂക്കൾ ദാനം ചെയ്യുന്നത് നല്ലത്. മാനസിക വൈകല്യം, അന്ധത എന്നിവയാൽ അവശത അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. വീട്ടിൽ പ്രായം ചെന്നവരുടെ അനുഗ്രഹം തേടണം. കൂടാതെ വേറൊരു കാര്യം പറയുന്നത്, അന്നത്തെ ദിവസം നമ്മുടെ പുതിയ ചികിത്സ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ അത് ആരംഭിക്കാനും മൂലനക്ഷത്രത്തിൽ ജനിച്ചവർ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാനും ഈ ദിവസം വളരെ നന്നായിരിക്കും എന്നാണ് ആചാര്യൻ പറയുന്നത്. നമുക്ക് പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർ എന്താണ് ദാനം ശേഖരിക്കേണ്ടത്? വജ്രാഭരണങ്ങൾ, ഡയമണ്ട്സൊക്കെ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഭരണിയുടെ പോലെ തന്നെ പൂരാടത്തിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ആരും ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെക്ലസ്, മുക്കൂത്തി ഇതൊക്കെ ഇവർ അന്ന് മേടിക്കാൻ നല്ല ദിവസമാണ്. കൂടാതുള്ളത് ഇവർക്ക് പറ്റിപ്പെടുന്ന പുരാതനമായ വസ്തുക്കൾ, ഛായാചിത്രങ്ങൾ, ഫോട്ടോസ്, കായിക ഉപകരണങ്ങൾ, ഗ്ലാസ് ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പ്ലാറ്റിനം, വെള്ളി, സ്വർണം, വാഹനം, വീട്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രം, രത്നങ്ങളായ ടർമലൈൻ, വൈറ്റ് സഫയർ, വെള്ള സിർക്കോൺ, വെള്ള ക്രിസ്റ്റൽ, ആന, കുതിര തുടങ്ങിയ നാൽക്കാലികൾ ഇതൊക്കെ അന്ന് മേടിക്കാൻ കൊള്ളാം. സംഗീതോപകരണങ്ങളും വളരെ ഇമ്പോർട്ടൻ്റാണ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, കട്ടിൽ, കിടപ്പമുറിയിൽ ആവശ്യമായ അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങുവാൻ ഈ ദിവസം വളരെ നന്ന്. പൂരാടൻ നക്ഷത്ര ജാതർ ഈ ദിവസം ലക്ഷ്മി പൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ ഇടയാകും. കലാപരമായ കാര്യങ്ങൾ ആരംഭിക്കാനും സിനിമ, സീരിയൽ, ഫാഷൻ തുടങ്ങിയ മേഖലകൾ പ്രവേശിക്കാനും ഈ ദിവസം ഉത്തമമാണ്. ഓഹരി വിപണിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ, ഷെയർ മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിക്കാനും ഹോട്ടൽ വ്യവസായം, പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവ ആരംഭിക്കാനും അക്ഷയ തൃതീയ ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇവർ എന്താണ് ദാനം ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി പറയുന്നത്, വെളുത്ത പശു, വജ്രം, വെള്ളിയിൽ നിർമ്മിച്ച ശുക്രപ്രതിമ അമ്പലത്തിൽ ദാനം ചെയ്യാനുള്ളതാണ്. പിന്നെ ബാർലി, കടുക്, നെയ്യ്, തൈര്, കർപ്പൂരം, ഉരുളക്കിഴങ്ങ്, അമര, പല നിറങ്ങളിലുള്ള ഡിഫറെൻറ്റ് കളർ വസ്ത്രങ്ങൾ, സുഗന്ധ വസ്തുക്കൾ, വെള്ളി തുടങ്ങിയ ദാനം ചെയ്യുന്നത് കൊള്ളാം. അന്നദാനം ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ്. പാവപ്പെട്ടവർക്ക് അവരുടെ മകളുടെ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സഹായം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത്. കുടുംബത്തിലെ പ്രായം ചെന്ന സ്ത്രീകളുടെ അനുഗ്രഹം തേടണം. ഇതൊക്കെയാണ് ഇവരെ പറ്റി. ഉത്രാട നക്ഷത്രം നോക്കാം. ഉത്രാട നക്ഷത്രം ജനിച്ചവർ എന്താണ് ശേഖരിക്കേണ്ടത്? വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളാം. പ്രത്യേകിച്ചും നെക്ലസ് വാങ്ങിക്കാൻ കൊള്ളാം. പട്ടുവസ്ത്രങ്ങൾ, സംഗീതോപകരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, കണ്ണട അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് തുടങ്ങിയവ, രുദ്രാക്ഷം, ക്യാമറ, ഓഫീസ് ഫർണിച്ചർ, ടെലസ്കോപ്പ്, പുസ്തകങ്ങൾ, പുരാണ പുസ്തകങ്ങൾ, ആശുപത്രി ഉപകരണങ്ങൾ, ശുദ്ധ മാണിക്യം, റൂബി, ചെമ്പ് വളകളും പാത്രങ്ങളും, ചെമ്പിലുണ്ടാക്കി വളകളുള്ള പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം കൊള്ളാം. ശിവപൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ഈ ദിവസം ശിവക്ഷേത്രത്തിൽ പോയാലും മതി. വിദേശബന്ധം ആരംഭിക്കാൻ ഈ ദിവസം വളരെ ഉപയോഗപ്പെടുത്തുക. സാമൂഹ്യപരമായ കാര്യങ്ങൾ നേതൃത്വം ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രാരംഭിക നടപടികൾ തുടങ്ങി വയ്ക്കാൻ ഈ ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇലക്ഷനുമൊക്കെ വരുന്നതുകൊണ്ട് മറ്റുള്ള പൊളിറ്റിക്കൽ ആൾക്കാർക്ക് അതിൻ്റെ ലീഡർഷിപ്പിന് ആവശ്യമായ കരുനീക്കങ്ങൾ നടത്താം. ക്ലബ്ബ്, റെസിഡൻഷ്യൽ അസോസിയേഷൻ തുടങ്ങി ധാരാളം സാമൂഹിക സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലൊക്കെ ലീഡർഷിപ്പ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനാവശ്യമായ പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാൻ ഈ ദിവസം വളരെ നന്നാണ്. ബിസിനസ്സുകാർ കണക്കുകളുടെ പരിശോധന ആരംഭിക്കാനും GST ഇൻകം ടാക്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് പുതിയ വിഷയം പഠിച്ചു തുടങ്ങാനും ഈ ദിവസം വളരെ നന്നായിരിക്കും. ഇവരെന്താണ് ദാനം ചെയ്യേണ്ടത്? മാണിക്യരത്നം, രക്തചന്ദനം, ചെമ്പ്, സ്വർണം, കാവ്യവസ്ത്രം, നാളികേരം, വെളിച്ചെണ്ണ, ബദാം, പനഞ്ചക്കര, ഗോതമ്പ്, സൂര്യപ്രതിമ, ചെമ്പിനോ സ്വർണ്ണത്തിലോ നിർമ്മിച്ചതായിരിക്കണം സൂര്യപ്രതിമ. കുട്ടിയോടുകൂടി തവിട്ട് നിറത്തിലുള്ള ഒരു പശുവിനെ ദാനം ചെയ്യാം. രുദ്രാക്ഷം, തുളസിമാല തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. അന്ധന്മാരെ സഹായിക്കണം, ബ്ലൈൻഡ് ആൾക്കാരെ സഹായിക്കണമെന്നാണ് വേറൊരു കാര്യം പറയുന്നത്. പിതാവിൻ്റെ അനുഗ്രഹം തേടണം. വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ ദിവസം നികുതി ഇനത്തിൽ എന്തെങ്കിലും സർക്കാരിന് അടയ്ക്കുന്നത് നന്നായിരിക്കും. ഈ ദിവസം ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള എമൗണ്ടിൽ മുഴുവൻ കൊടുത്തില്ലെങ്കിലും കുറച്ചെങ്കിലും ഈ ദിവസം കൊടുക്കുന്നത്
ഇവരുടെ കാര്യങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്നാണ് കാണിക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാരുടെ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. അവരെന്താണ് ശേഖരിക്കേണ്ടത്? വെള്ളിയുടെ ആൾക്കാരാണ്. ചന്ദ്രൻ്റെ തിരുവോണം കൊണ്ട് വെള്ളിയാണ്. സ്വർണ്ണത്തിനേക്കാളും അവർ പ്രിഫർ ചെയ്യുന്ന വെള്ളിയാണ്. അപ്പോൾ വെള്ളി ആഭരണങ്ങൾ മേടിക്കാൻ കൊള്ളാം. ഗ്രഹം മോടി പിടിപ്പിക്കാൻ ആയ കാര്യങ്ങൾ വെച്ചാൽ അവരുടെ ഫർണിഷിങ് മെറ്റീരിയൽസ്, ഗൃഹനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റ്, സാനിറ്ററി ഉപകരണങ്ങൾ തുടങ്ങിയവ. പെയിൻറ്റ്, സാനിറ്ററി എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ബേസ്ഡ് കാര്യങ്ങളാണ്. ശയ്യോപകരണങ്ങൾ എന്ന് വെച്ചാൽ കിടക്കാനുള്ള ബെഡ്, നല്ല കട്ടിൽ, ഇതൊക്കെ വാങ്ങിക്കാം. ഘടികാരം, ക്ലോക്ക്, ക്യാമറ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതൊക്കെ ഹോം അപ്ലയൻസസ് സാധനങ്ങൾ. വാഹനം, വീട്, ഫിഷ് ടാങ്ക്, ടെലിവിഷൻ, പമ്പ് സെറ്റ്, മറ്റ് അലങ്കാര വസ്തുക്കൾ, രത്നങ്ങളായ മുത്ത്, ചന്ദ്രകാന്തം, ആഭരണങ്ങൾ ധരിക്കുന്ന ലോക്കറ്റുകൾ, ഭൂമി, ഫർണിച്ചർ തുടങ്ങിയവ വാങ്ങാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. ദേവീ പൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ദേവിയെ ഉപാസിക്കുക. കൃഷിക്കാർക്ക് പുതിയ കൃഷി ഇറക്കാനും ഈ ദിവസം വളരെ നന്നായിരിക്കും. ഇനി ഇവരെന്താണ് ദാനം ചെയ്യേണ്ടത്? ചന്ദ്രകാന്തക്കല്ല്, മൂൺസ്റ്റോൺ, വെളുത്ത അരി, മുത്ത്, വെള്ളപ്പട്ട്, പാൽ നിറച്ച പാത്രം, നെയ്യ് നിറച്ച പാത്രം, ശംഖ്, വെള്ളിയിൽ തീർത്ത ചന്ദ്രപ്രതിമ അമ്പലത്തിൽ ദാനം ചെയ്യുന്നത്. കർപ്പൂരം, കരിമ്പ്, പുഷ്പങ്ങളായ വെള്ളത്താമര, മന്ദാരം, മുല്ല തുടങ്ങിയവ അമ്പലത്തിൽ ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മാതാവിൻ്റെ അനുഗ്രഹം തേടണം എന്നാണ് പറയുന്നത്. ചന്ദ്രനായതുകൊണ്ട് മാനസിക അസുഖമുള്ളവരെ സഹായിക്കണം. കുഞ്ഞുങ്ങൾക്ക് മധുര പലഹാരങ്ങൾ നൽകുന്നത് വളരെ ഉത്തമം. നമുക്ക് അവിട്ടം നോക്കാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരെന്താണ് ശേഖരിക്കേണ്ടത്? സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പാദസരം, ഗൃഹത്തിൽ ആവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, ഭൂമി, വീട്, ജനറേറ്റർ, പമ്പ് സെറ്റ്, യന്ത്രങ്ങളുടെ സ്പെയർ പാർട്സ്, ടൂൾസ്, രത്നമായ റെഡ് കോറൽ, ചുവന്ന പവിഴം, വെളുത്ത പവിഴം തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. ദേവീ പൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ആയുധാഭ്യാസം പരിശീലനം ആരംഭിക്കാൻ ഈ ദിവസം വളരെ ഉത്തമം. ആയുധാഭ്യാസങ്ങൾ കൂടാതെ കരാട്ടെ, ജൂഡോ തുടങ്ങിയ സംഗതികൾ, ഗുസ്തിയൊക്കെ പഠിച്ചു തുടങ്ങാൻ വളരെ നല്ലതാണ്. ഗവേഷക വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസർച്ച് ആരംഭിക്കാനും നല്ല ദിവസമാണ്. കൂടാതെ ഇൻഷുറൻസ് പോളിസി എടുക്കാനും ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനും അക്ഷയ തൃതീയ ദിവസം അനുയോജ്യമാണ്. ഇവരെന്താണ് ദാനം ചെയ്യേണ്ടത്? ചുമന്ന റെഡ് കളറിലുള്ള കാള, ചുമന്ന വസ്ത്രങ്ങൾ, പവിഴക്കല്ല്, ചെമ്പ്, വെള്ളി, തേൻ, സിന്ദൂരം, പയർ, പുഷ്പങ്ങളായ ചെമ്പരത്തി, ചുവന്ന തെച്ചി ഇതൊക്കെ ദാനം ചെയ്യുന്നത് നന്നാണ്. സഹോദരരെ സന്തോഷിപ്പിക്കണം, സഹായിക്കണം. മുടന്തുള്ളവർ, നേത്രരോഗമുള്ളവർ, അപകടത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന തുടങ്ങിയവരെ സഹായിക്കുകയും അവർക്ക് ആവശ്യമായ ധനസഹായം ചെയ്യുകയും ചെയ്യണം. നല്ല മധുരമുള്ള പായസം ഉണ്ടാക്കി നായ, കാക്ക എന്നിവർ കൊടുത്ത ശേഷം മറ്റുള്ളവർ കൂടെ കൊടുക്കുക. ചതയം നക്ഷത്രം നോക്കാം. ചതയം നക്ഷത്ര ജാതർ സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പ്രത്യേകിച്ചും വള, പാദസരം തുടങ്ങിയവ, പുതിയ വീടിന് ആവശ്യമായ തടി ഉരുപ്പടികൾ, ഫർണിച്ചർ, തുകൽ ഉൽപ്പന്നങ്ങൾ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, റേഡിയോ, പുസ്തകങ്ങൾ, സംഗീതോപകരണങ്ങൾ, ആയുധങ്ങൾ, ശരീരം നന്നാക്കാനുള്ള മരുന്നുകൾ, ടോണിക് തുടങ്ങിയവ, രത്നങ്ങളായ ഗോമേതകം, ഗാർനറ്റ്, വാഹനം, പ്രത്യേകിച്ചും 2 വീലുള്ള വാഹനം, സ്കൂട്ടർ, ബൈക്കെല്ലാം, വെള്ളിയിൽ തീർത്ത ആനപ്രതിമ, വെള്ളിക്കട്ട, ഗവേഷണത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ, രാസപരിശോധനശാലയ്ക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുവാൻ അക്ഷയ തൃതീയ ദിവസം വളരെ ഉത്തമമാണ്. കാര്യസത്യത്തിനായി ഉന്നത അധികാരികളെ സമീപിക്കുന്നത് ഈ ദിവസത്തിന് കൊള്ളാം. വിദേശയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാൻ ഈ ദിവസം തിരഞ്ഞെടുക്കുക. രഹസ്യശാസ്ത്രം, മറ്റു ഭാഷകൾ എന്നിവ പഠിച്ചു തുടങ്ങാൻ അനുയോജ്യമായ ദിവസമാണ് അക്ഷയ തൃതീയ. ഇവരെന്താണ് ദാനം ചെയ്യേണ്ടത്? ഗോമേതകം, ഇരുമ്പ്, ഈയം, ഉഴുന്ന്, അശ്വം എന്ന് പറയുന്നത് കുതിര, നീല വസ്ത്രം, എള്ള്, ഇരുമ്പ് പാത്രത്തിൽ എള്ളെണ്ണ, നീല ചെമ്പരത്തി, നീല ശംഖുമുഖം, സർപ്പപ്രതിമ, മരുന്നുകൾ, സാധുക്കൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ, മധുര പദാർത്ഥങ്ങൾ, കയറ്, ഗോതമ്പ്, പനഞ്ചക്കര, പിത്തള നിർമ്മിതമായ വസ്തുക്കൾ
തുടങ്ങിയവ ദാനം ചെയ്യുന്നത് കൊള്ളാം. അപ്പൂപ്പൻ അമ്മൂമ്മ എന്നിവരുടെ അനുഗ്രഹം തരണം. ക്ഷേത്ര പുനരുദ്ധാരണം, നിർമ്മാണം തുടങ്ങിയ സംരംഭങ്ങൾ സഹായിക്കുക. ധനസഹായം കൂടെ കൊടുക്കുക. ഒരു നേരത്തെ ആഹാരം അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം എന്നാണ് പറയുന്നത്. ഒരു നേരത്തെ ആഹാരം അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ പറ്റി ആലോചിക്കുക. അവരെന്താണ് ശേഖരിക്കേണ്ടത്? സ്വർണ്ണാഭരണങ്ങൾ, പ്രത്യേകിച്ചും കണ്ടാഭരണങ്ങൾ, ഇതിൽ മാല, നെക്ലസ് തുടങ്ങിയവ, ലാപ്ടോപ്പ്, ഗവേഷണ പുസ്തകങ്ങൾ, കേൾവിക്കുള്ള ഉപകരണങ്ങൾ, പേന, അലമാര, സേഫ്, വിവിധ ഇനം പട്ടുവസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, വാഹനം, കമ്പ്യൂട്ടർ ടേബിൾ, വ്യാഴൻ്റെ രത്നങ്ങളായ മഞ്ഞ പുഷ്യരാഗം, മഞ്ഞ ടോപ്പാസ് തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. തെക്ക് ദിക്കിൽ വീട് വാങ്ങുന്നതോ പണിയുന്നതോ നന്നായിരിക്കും. ബിസിനസ്സുകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പരസ്യം ചെയ്യുന്നതിന് ഈ ദിവസം തിരഞ്ഞെടുക്കുക, പരസ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വിദ്യാരംഭത്തിനും ഉന്നത അധികാരികളെ സമീപിക്കുന്നതിന് ഈ ദിവസം വളരെ അത്യുത്തമമാണ്. അധ്യാപനം ആദ്യമായി തുടങ്ങാനും വിമാനയാത്ര ചെയ്യാനും ഈ ദിവസം അത്യുത്തമമാണ്. ഓഹരി ഊണിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ ദിവസം നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഷെയർ മാർക്കറ്റ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസർച്ച് ആരംഭിക്കാനും നല്ല ദിവസം, കൂടാതെ ആരംഭിക്കാനും നല്ല ദിവസമാണ്. കൂടാതെ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വളരെ അനുയോജ്യമായ ദിനമാണ് അക്ഷയ തൃതീയ. ഇനി ഇവരെന്താണ് ദാനം ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്വർണം, മഞ്ഞപ്പട്ട്, മഞ്ഞൾ, ചണം, നാരങ്ങ, ഉപ്പ്, പണം, പയർ, പഞ്ചസാര, സ്വർണത്തിൽ നിർമ്മിച്ച വ്യാഴപ്രതിമ അമ്പലത്തിൽ കൊടുക്കാനുള്ളതാണ്. പുഷ്പങ്ങളായി മഞ്ഞത്തച്ചി, മഞ്ഞ അരളി, മഞ്ഞ മന്ദാരം, മഞ്ഞ എന്നിവയും നമുക്ക് അമ്പലത്തിൽ നിവേദനം കൊടുക്കാവുന്നതാണ്. മഞ്ഞ പുഷ്യരാഗം, അന്നം, സാധുക്കൾക്ക് അന്നം കൊടുക്കുക, പഠനോപകരണങ്ങൾ കൊടുക്കുക, വാഴപ്പഴം, നാളികേരം, ശർക്കര തുടങ്ങിയവ ദാനം ചെയ്യുക. ക്ഷേത്ര പുനരുദ്ധാരണം, നിർമ്മാണം തുടങ്ങിയ സംരംഭങ്ങളിൽ സഹായിക്കുക. സന്താനങ്ങളെ സന്തോഷിപ്പിക്കുക. ഗുരുക്കന്മാരെ പൂജിക്കണം. കുട്ടികളില്ലാത്തവരെ സാന്ത്വനിപ്പിക്കണം. സൗജന്യമായി വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. മഹാവിഷ്ണുവിനെ ഭജിക്കണം. എന്നിവയാണ് പൂരിട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ എന്താണ് ശേഖരിക്കേണ്ടത്? സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പ്രത്യേകിച്ചും വള, പാദസരം തുടങ്ങിയവ, പുതിയ തുകൽ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകൾ, ബാഗ്, പണസഞ്ചി, ഭൂമി, അടുപ്പ്, അടുക്കളയിൽ ആവശ്യമായ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, പുരാണ പുസ്തകങ്ങൾ, നിറമുള്ള വസ്ത്രങ്ങൾ, വീട് നിർമ്മാണത്തിന് ആവശ്യമായ മണൽ, കരിങ്കല്ല്, കമ്പി, സിമൻറ്റ് തുടങ്ങിയവ മേടിക്കാൻ നല്ല ദിവസമാണ്. കുരുമുളക്, ഏലയ്ക്ക, ബദാം, രത്നങ്ങളായ ഇന്ദ്രനീലം, നീലി, ലാപ്പിസ് ലാസുലി, എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ തുടങ്ങിയവയും ഈ ദിവസം വാങ്ങാൻ കൊള്ളാം. ബിസിനസ്സുകാർക്ക് പുതിയ ജോലിക്കാരെ നിയമിക്കാൻ ഉത്തമ ദിവസമാണെന്ന്. പുതിയ ജോലിക്കാരെ നിയമിക്കാൻ ഈ ദിവസം ഉപയോഗിക്കാം. ബാധ്യതകൾ, കടങ്ങൾ എന്നിവ പെട്ടെന്ന് തീർന്ന് കിട്ടുന്നതിന് കൊടുക്കാനുള്ള പണത്തിൻ്റെ കുറച്ചെങ്കിലും ഈ ദിവസം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. അത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഈ ദിവസം കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് പോളിസി എടുക്കാനും പോലീസുകാർക്ക് പുതിയ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കാനും അനുയോജ്യമായ ദിനമാണ് അക്ഷയ തൃതീയ. ഇനി ഇവരെന്താണ് ദാനം ചെയ്യേണ്ടത്? ഇരുമ്പിൽ നിർമ്മിച്ച ശനി പ്രതിമ, അഞ്ജനക്കല്ല്, കറുത്ത പട്ട്, കറുത്ത ധാന്യങ്ങൾ, എള്ള്, കറുത്ത പശു, നീല ശംഖുപുഷ്പം, നീല ചെമ്പരത്തി, എള്ള്, കറുത്ത പശു, ഇന്ദ്രനീലം, എള്ളെണ്ണ, ഇരുമ്പിൽ നിർമ്മിച്ച ശനി പ്രതിമ, അഞ്ജനക്കല്ല്, കറുത്ത പട്ട്, കറുത്ത ധാന്യങ്ങൾ, നീല ശംഖുപുഷ്പം, നീല ചെമ്പരത്തി, കൃത്രിമക്കാൽ, കാക്ക, പോത്ത്, എരുമ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. തുകൽ, ഇരുമ്പ് തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. അഗതികൾക്ക് അന്നദാനം നടത്താം, മഹത്തരമാണ്. വൃത്യന്മാരെ, സാധുക്കളെ സഹായിക്കുക. വികലാംഗർ, മാനസിക അസുഖമുള്ളവർ തുടങ്ങിയവരെ സഹായിക്കാൻ ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശിവൻ, ശാസ്താവ് എന്നീ ദേവതകളെ പൂജിക്കുക. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ എന്താണ് ശേഖരിക്കേണ്ടത്? അവർ സ്വർണം, വെള്ളി ആഭരണങ്ങൾ, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ, മറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, ലെതർ കൊണ്ടുള്ള ബെൽറ്റ്,
പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങളായ മരതകം, ജേഡ്, പെരിഡോട്ട്, വീട്ടിലേക്ക് ആവശ്യമായ സാനിറ്ററി ഉപകരണങ്ങൾ, മറ്റ് ഫർണിച്ചറുകൾ തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ഉത്തമ ദിവസമാണ്. ഓഹരി വിപണിയിലെ പ്രവർത്തനം ആരംഭിക്കാൻ അക്ഷയ തൃതീയ ദിവസം തിരഞ്ഞെടുക്കണം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊള്ളാം ഷെയർ മാർക്കറ്റിലേക്ക്. പുസ്തക പ്രകാശനം, പുതിയ ഉൽപ്പന്നത്തിൻ്റെ പ്രചരണ ആരംഭം, കണക്ക്, ജ്യോതിഷ, നിയമം എന്നിവ പഠിച്ചു തുടങ്ങാനുമൊക്കെ ഈ ദിവസം കൊള്ളാം. പുതിയ തൊഴിൽ പ്രവർത്തനം ആരംഭിക്കുക തുടങ്ങിയവയ്ക്ക് നല്ല ദിനമാണ് അക്ഷയ തൃതീയ. ഇവരെന്താണ് ദാനം ചെയ്യേണ്ടത്? മരതകം, പച്ചപ്പട്ട്, പഞ്ചസാര, നെയ്യ്, ആനക്കൊമ്പിൽ തീർത്ത വസ്തുക്കൾ, ശില്പങ്ങൾ, പയറ്, സ്വർണം, മുളക്, നൂൽ, ബുധപ്രതിമ, വിദ്യ, പുഷ്പങ്ങളായ മഞ്ഞത്തെച്ചി, ചെമന്തി, മഞ്ഞ, അരളി എന്നിവ കൊള്ളാം, ദാനം ചെയ്യാം. ദ്വാരമുള്ള ചെമ്പ് നാണയം, തത്ത, ആട്, വെള്ളി, പച്ചപ്പയർ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ശുഭഫലപ്രാപ്തിക്ക് ഉത്തമമാണ്. സാധുക്കൾക്ക് പഠനോപകരണങ്ങൾ നൽകുക. അമ്മാവൻ, മറ്റ് ബന്ധുക്കൾ എന്നിവരെ സഹായിക്കുന്നത് നല്ലതാണ്. അഗതികളെയും അസുഖമുള്ളവരെയും സഹായിക്കണം. ശ്രീകൃഷ്ണനെ ഭജിക്കണം. അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിവസം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക. നല്ല കാര്യങ്ങൾ, സ്വർണം മാത്രമല്ല അവരുടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് പർച്ചേസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ദാനം ചെയ്യുക. ദാനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് കൂടുകയുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു അക്ഷയ തൃതീയ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.